പാലക്കാട് അട്ടപ്പള്ളത്ത് ആൾക്കൂട്ടമർദ്ദനമേറ്റ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഏറ്റെടുത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. കേസിൽ ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആയിഷത്തുൽ ഷംന പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ഷംന, കേസിലൊരു വിശദ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു. ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ ആൾക്കൂട്ട വിചാരണ കൊലപാതകത്തിൽ? സുഹൈൽ, നിലവിൽ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, അനന്തൻ, വിപിൻ എന്നീ 5 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. നേരത്തെ ഇന്ന് 7 പ്രതികൾ കൂടി അറസ്റ്റിലാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നെങ്കിൽ കൂടി വൈകിട്ടോടു കൂടിയാണ് ഈ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. അതിനുശേഷമായിരിക്കും ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരിക. എന്തായാലും ഈ സംഭവം ബുധനാഴ്ചയാണ് അതിക്രൂരമായി രാമനാരായൺ ഭയ്യ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാവുന്നതും തുടർന്ന് മർദ്ദനത്തിന്റെ ഇരയാകുന്നതും അവശനിലയിലാകുന്നതും ഒക്കെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇനി ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരാനുണ്ട്. ഇന്നലെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് രാംനാരായൺ ഭയ്യയുടെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഇതിലെ കൂടുതൽ വിവരങ്ങൾ കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാകും. അതായത് നേരത്തെ തന്നെ ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാവുന്ന ഘട്ടത്തിൽ തന്നെ ഈ ചോര ഛർദ്ദിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളുടെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രതികൾ നിലവിൽ 5 പ്രതികളാണുള്ളത് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർക്ക് 5 പേർക്കും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണ് എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇവരുടെ രാഷ്ട്രീയം ഉയർത്തി പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ അറസ്റ്റിലായ 5 പേരിൽ 4 പേരും RSS BJP പ്രവർത്തകരാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ തലം കൂടി ഇപ്പോൾ ഡിവൈഎഫ്ഐയും CPIM ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ മർദ്ദനത്തിനാണ് രാംനാരായൺ ഭയ്യ ഇരയാവുന്നതും തുടർന്ന് മരണം സംഭവിക്കുന്നതും. സംഭവത്തിൽ എന്തായാലും ഈ അന്വേഷണ സംഘം ഇനി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തലമുതൽ കാൽപാദം വരെ അടികൊള്ളാത്തൊരു ഇടമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അത്രത്തോളം ക്രൂരമായ ഒരു മനുഷ്യനെ കള്ളനെന്നാരോപിച്ചൊരു ആൾക്കൂട്ടം, ഒരു നരാധമക്കൂട്ടം തല്ലി ഇല്ലാതാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.